നമസ്കാരം. നമ്മളെത്ര വലുതായെന്ന് പറഞ്ഞാലും നമ്മളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ നേരെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. നീ ചെയ്യുന്നത് തെറ്റാണ്, നീ തിരുത്തണമെന്ന്. അത് മറിച്ച് നീ അവനെ കണ്ടുപിടിക്ക്, അവനെപ്പോലെ ആകണം എന്നും പറഞ്ഞ് എന്നോട് ആരും ഉപദേശിച്ചാലും, അതിപ്പോൾ എൻ്റെ പേരൻസ് ആയാലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരായാലും അല്ല എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാലും എന്നെ ഉപദേശിച്ച് എനിക്കിഷ്ടമല്ല. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു മനോഭാവമാണിത്. എത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞാലും അല്ല എത്ര സ്മാർട്ടായ ഒരു വ്യക്തിയെപ്പറ്റി കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മളൊരിക്കലും. നമ്മളുടെ ജീവിതം നമ്മളൊക്കെ അറിയാം, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ ലിമിറ്റേഷൻ നമുക്കറിയാൻ പറ്റും. മറ്റൊരാളെ അനുകരിച്ച് നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രായമായ ഒരു വ്യക്തിയുടെ മനോഭാവം ഇതാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ മനോഭാവം എന്തായിരിക്കും? പലയിടത്തും പല പേരൻറ്റിങ്ങിലും പറ്റുന്ന ഒരു വലിയൊരു ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും മറ്റുള്ള പ്രത്യേകിച്ച് പഠിത്ത വിഷയത്തിൽ പഠിക്കുന്ന കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യും. അവരെ കണ്ടുപിടിക്കാണ്ടോ, അവരങ്ങനെയാണ് ചെയ്യുന്നത്, അല്ല അവരിങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്കിങ്ങനെ ഇത്രയും പഠിക്കാൻ പറ്റുന്നുണ്ട്, നിനക്കെന്ത് പറ്റുന്നുണ്ട്, നീ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല? ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾക്കുണ്ടാവുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കുട്ടിയോട് ദേഷ്യവും വിഷമവും സങ്കടവും അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞുങ്ങൾ അത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലാതെ എങ്ങനെ അതിൻ്റെ ഔട്ട്കം എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 2 വർഷം മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ആ വീഡിയോ കണ്ടു. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. ഒരു മോള് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോഴേ മരണപ്പെടുകയുണ്ടായി. പോലീസുകാരോട് ചെന്നപ്പം ആ വീട്ടിൽ ഒരു പ്രായമായൊരു അമ്മച്ചിയും ഈ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളും ഉള്ളൂ. ഇവർ തമ്മിൽ 2-3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്, വലിയ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല കൊന്ന്. അവർക്ക് മറ്റേ കുഞ്ഞിനുമേൽ സംശയം തോന്നി. ഈ മരിച്ച കുഞ്ഞിന് 14 വയസ്സും കൊന്ന കുഞ്ഞിന് 11 വയസ്സോ, അത് നേരെ തിരിച്ചാന്ന് തോന്നുന്നു. മരിച്ച കുഞ്ഞ് 11 വയസ്സും കൊന്ന കുഞ്ഞിന് 14 വയസ്സും കണ്ടേ ഉള്ളൂ. പോലീസിൻ്റെ ചോദ്യം ചെയ്ത് തന്നെ ആ കുഞ്ഞ് കുറ്റം സമ്മതിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ മരിച്ച കുഞ്ഞ് വളരെ മിടുക്കിയാണ്. എപ്പോഴും മറ്റേ കുഞ്ഞിനോട് അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ പേരൻസ് ഇങ്ങനെ പറഞ്ഞ് സ്വന്തം സഹോദരിയോട് ഇതിന് ഭയങ്കരമായിട്ട് ദേഷ്യമായിപ്പോയി. അതിൻ്റെ ആ ഒരു അറിവില്ലായ്മയിൽ ആ ദേഷ്യം പ്രകടിപ്പിച്ചത് അതിനെ ഒരു പക്ഷേ ഷോൾ മുറുക്കി കൊന്നുകളഞ്ഞു. അതങ്ങനെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ കൊന്നു